മനോഹരമായ കാഴ്ചകൾ കാണാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ മണാലിയുടെ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ യാത്രയായി. മഞ്ഞ് പുതച്ച മലനിരകളിലേക്ക് ഞങ്ങൾ പ്രയാണം ആരംഭിച്ചു. ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കാണുമ്പോഴുള്ള ഇവരുടെ സന്തോഷം ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെ ക്യാമറയിൽ പകർത്തുക എന്നത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതിൻ്റെ തന്നെ പ്രധാന ലക്ഷ്യമായിരുന്നു. മണാലിയെ ലേയോട് ബന്ധിപ്പിക്കുന്ന ഈ മനോഹരമായ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. വർഷകാലത്ത് അപകട സാധ്യതയേറിയ പാതയാണ് ഇത്. ഈ പർവ്വതനിരകളുടെ വലിയ ഭാഗങ്ങൾ ഇടിഞ്ഞ് റോഡിലേക്ക് വരുന്ന അപകടസന്ധികളെപ്പറ്റി ഡ്രൈവർ ഞങ്ങൾക്ക് പീർ പാഞ്ചൽ മലനിരകളിലൂടെയുള്ള ഈ യാത്രയിൽ വിശദീകരിച്ചു തന്നു. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് സുപ്രസിദ്ധമായ അടൽ ടണലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടണലാണ് അടൽ ടണൽ. 9 കിലോമീറ്റർ നീളമുള്ള അടൽ ടണൽ റോത്തങ് പാസിനെ ബൈപ്പാസ് ചെയ്യുകയും യാത്രാസമയം ഏകദേശം 5 മണിക്കൂർ വരെ കുറയ്ക്കുകയും ചെയ്യുന്നു. ശീതകാലത്ത് റോത്തങ് പാസ് അടയ്ക്കുമ്പോഴും അടൽ ടണൽ എപ്പോഴും ഗതാഗതം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടൽ ടണലിൽ നിന്നും പുറത്തു വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ലേ ലഡാക്കിനോട് സമാനമായ ഭൂപ്രകൃതി നമുക്ക് കാണാം. ഇതാണ് ശിശു ഗ്രാമം. ശിശു ഗ്രാമത്തിലെ ഞങ്ങളുടെ താൽക്കാലികമായ റൂമിൽ നിന്നും ഫ്രഷായി -15 ഡിഗ്രി തണുപ്പിൽ നല്ല ചൂട് നൂഡിൽസും ഒരു ചൂട് ലൈം ടീയും കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. കൊടും തണുപ്പിൽ തണുത്തുറഞ്ഞ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാം. ഇത് ഞങ്ങൾക്ക് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ജനാബ് നദിയുടെ കൈവരിയായ ചന്ദ്ര നദിയുടെ തീരത്ത് ലാഹുൽ സ്പിതി താഴ്വരയിലുള്ള എവിടെ നോക്കിയാലും മഞ്ഞ് പുതച്ച ശിശു ഗ്രാമത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടൽ ടണലിലൂടെ തിരികെ മണാലിയിലേക്ക് യാത്രയായി. നമ്മുടെ നാട്ടിൽ മഞ്ഞില്ലാത്തതുകൊണ്ടാകാം ഞങ്ങൾ ഹിമാലയത്തിലെ മഞ്ഞിൽ കൊച്ചു കുട്ടികളെപ്പോലെ എത്ര നേരം കളിച്ചു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരുപാട് ടൂറിസ്റ്റുകളാൽ നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും കഴിവതും മാറി കുറച്ച് ഓഫ് ബീറ്റായ അധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സാഹസികരുടെ പറുദീസയായ സൊളാങ് വാലി. കേബിൾ കാർ, പാരാഗ്ലൈഡിംഗ്, സ്നോ സ്കേറ്റിംഗ് മുതലായവ ഇവിടെ കാണാം. എന്നാൽ ഇത് വളരെ തിരക്കേറിയ കൊമേർഷ്യലൈസ്ഡ് ആയ സ്ഥലമായതിനാൽ ഞങ്ങൾ അധിക സമയം ചിലവഴിക്കാതെ യാത്ര തുടർന്നു. തിരിച്ച് മണാലിയിലെത്തിയ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ ഓൾഡ് മണാലിയിലൂടെ നടന്ന് അങ്ങനെ കറങ്ങി ഹഡിംബ ദേവി ടെമ്പിളിലേക്ക് യാത്രയായി. ഒരുപാട് ദൂരം നടന്നാണ് ഞങ്ങൾ ഹഡിംബ ടെമ്പിളിലേക്ക് പോയത്. 16-ാം നൂറ്റാണ്ടിൽ തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിനു പകരം കാൽപാദത്തിൻ്റെ ആകൃതിയിലുള്ള കല്ല് ഉള്ള ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ് ഹഡിംബ ടെമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുവാൻ സാധിക്കും. ഒരുപാട് ബോളിവുഡ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏ ജവാനി ഏ ദിവാനി എന്നുള്ള സിനിമയുടെ പല സീനുകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മണാലിയുടെ തണുപ്പ് ഹഡിംബ ടെമ്പിളിൽ സമയം ചിലവിട്ട് 2ാം ദിനം ഞങ്ങൾ അവസാനിപ്പിച്ചു.